എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ഉണ്ടാവുന്നതെന്നും ആ കെമിക്കൽ ഇക്വേഷനെ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നും ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഓക്കെ, അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ടെസ്റ്റിൽ ഒരുപാട് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരുപാട് കെമിക്കൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ആ കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാനാണ് നമ്മളിപ്പോൾ പോകുന്നത് ആദ്യമായിട്ട്. അപ്പൊ ഞാനിപ്പോ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം അത് ശരിയാണോ നോക്കാൻ വേണ്ടി മാത്രം ആ വീഡിയോയിലെ ഈ ബാലൻസിങ്, ഞാൻ ചെയ്തിരിക്കുന്ന ബാലൻസിങ് നോക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ സ്വന്തമായി തന്നെ ബാലൻസ് ചെയ്യുക. എന്നിട്ട് ഡൗട്ട് ഉള്ളത് മാത്രം എന്ത് ചെയ്യുക, ഈ വീഡിയോയിലൂടെ കാണുക. ഓക്കെ, ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം ശരിയാണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നിങ്ങളുടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് H2 plus O2 gives H2O. ഓക്കെ, ഇവിടെ വാട്ടറിന്റെ ഫോർമേഷൻ ആണ് തന്നിട്ടുള്ളത്. H2 plus O2 gives H2O എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുമുള്ള ഏതെല്ലാം ആറ്റംസ് ഉണ്ടെന്ന് നോക്കുക. റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഏതെല്ലാം ആറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കുക. അതുപോലെ തന്നെ ഓരോ ആറ്റവും, ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ ഹൈഡ്രജൻ ആറ്റം എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. ഓക്സിജൻ ആറ്റം എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവിടത്തെ ഇതാണ് റിയാക്ടന്റ് സൈഡ് എന്നറിയാം, ഇതാണ് പ്രോഡക്റ്റ് സൈഡ് എന്നറിയാം. ഓക്കെ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ ആരോ ഇതിന് ലെഫ്റ്റ് സൈഡിലുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും, റിയാക്ടന്റ് സൈഡ് എന്ന് പറയും. പിന്നെ റൈറ്റ് സൈഡിലുള്ളതിനെ എന്തെന്ന് പറയും, പ്രോഡക്റ്റ് സൈഡ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് atoms in reactant സൈഡ് എടുക്കുമ്പോ എങ്ങനെ വരും? ഹൈഡ്രജൻ ആണെങ്കിൽ റിയാക്ടന്റ് സൈഡില് ഹൈഡ്രജന്റെ എണ്ണം എത്ര? ഹൈഡ്രജന്റെ എണ്ണം താഴെയായിട്ട് 2 കൊടുത്തിട്ടുണ്ട്. അതായത് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അപ്പൊ ഹൈഡ്രജൻ 2. ഇനി ഓക്സിജൻ, റിയാക്ടന്റ് സൈഡില് ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? O2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഒരു നമ്പറും ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 2 ആണ്. ഓക്സിജൻ 2. ഇനി ഇതിപ്പോ റിയാക്ടന്റ് സൈഡാണ് എഴുതിയത്. ഇനി പ്രോഡക്റ്റ് സൈഡ് നോക്കാം. പ്രോഡക്റ്റ് സൈഡില് ഓരോ ആറ്റങ്ങളും എത്ര എണ്ണം ഉണ്ട്? ഹൈഡ്രജൻ. പ്രോഡക്റ്റ് സൈഡില് ഹൈഡ്രജൻ, ഇവിടെ നമുക്കറിയാം ഇതാണ് ഗിവ്സിന് ശേഷമുള്ളതാണ് പ്രോഡക്റ്റ് സൈഡ്. അവിടെ ഹൈഡ്രജന്റെ എണ്ണം H2 എന്നാണുള്ളത്. H2 എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 2. അതുപോലെ ഓക്സിജൻ എത്രയാണ്? 1 ആണ്. H2O എന്ന് മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിൽ ഒരു നമ്പറും ഇല്ല. മീനിങ് ഇവിടെ എഴുതിയിട്ടുള്ളതിൽ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. ഓക്കെ, ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം 1. അപ്പോ നമ്മളിവിടെ നമ്പർ ഓഫ് ആറ്റംസ് എഴുതിയിട്ടുണ്ട്. അതായത് ഹൈഡ്രജൻ 2 റിയാക്ടന്റ് സൈഡില്, പ്രോഡക്റ്റ് സൈഡിലും 2 ആണ്. ഓക്സിജൻ റിയാക്ടന്റ് സൈഡില് എണ്ണം എത്രയാണ്? 2 ആണ്. ഇനി പ്രോഡക്റ്റ് സൈഡില് 1 ആണ്. അതായത് ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലായി, ഇത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷൻ അല്ല. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യാം. അപ്പോ ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കുക, ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? അതായത് നമുക്കറിയാം പ്രോഡക്റ്റ് സൈഡിലാണ് ഓക്സിജന്റെ എണ്ണം കുറവ്. ഓക്സിജൻ 1 ആണ്. അതിനെ എത്രയാക്കി മാറ്റണം? 2 ആക്കി മാറ്റണം. ഓക്കെ, ഓക്സിജൻ 1 ആണ് ഇവിടെ ഉള്ളത്. ഒരാറ്റം മാത്രമേ, ഓക്സിജന്റെ ഒരാറ്റം മാത്രമേ പ്രോഡക്റ്റ് സൈഡിലുള്ളൂ. അതിനെ എത്രയാക്കി മാറ്റണം? 2 ആക്കി മാറ്റണം. അപ്പൊ അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു, എപ്പോഴും ഇതിന് താഴെയായിട്ട് ഒരു 2 ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. എന്ത് ചെയ്യണം? ആ ഒരു മോളിക്യൂളിന് ഫ്രണ്ടിലായിട്ട് മാത്രമേ നമുക്ക് നമ്പർ കൊടുക്കാനായിട്ട് പറ്റൂ. അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ഫ്രണ്ടിലായിട്ട്, അതായത് H2Oക്ക് ഫ്രണ്ടിലായിട്ട് ഞാൻ 2 എന്ന് നമ്പർ കൊടുക്കുന്നു.
ഇനി നമുക്ക് ഒന്നുകൂടി കെമിക്കൽ ഇക്വേഷൻ നോക്കാം. നമ്മൾ റിയാക്ടന്റ് സൈഡിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതായത് റിയാക്ടന്റ് സൈഡിലുള്ള ആറ്റങ്ങൾ ഇപ്പോഴും സെയിം തന്നെയാണ്. ഇനി പ്രോഡക്റ്റ് സൈഡിലാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം നോക്കാം. ഹൈഡ്രജന്റെ ഫ്രണ്ടിലായിട്ട് 2 എന്ന് പറയുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഹൈഡ്രജനും നമ്മൾ പരിഗണിക്കണം, അതുപോലെ തന്നെ ഓക്സിജനും നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോ ടോട്ടൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം ഇവിടെ നോക്കുകയാണെങ്കിൽ 2 into 2 എത്രയാണ്? 4 ആണ്. അപ്പൊ ഇവിടെ 2 മാറ്റി എത്രയാണ്? 4 ആണ്. ഇനി ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 2 into ഇവിടെ 1 എന്നാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ 2 into 1 എന്ന് പറയുന്നത് എത്ര? 2. ഓക്കെ, അപ്പോ ഇങ്ങനെ എഴുതിയാലും ബാലൻസ്ഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഇവിടെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം, റിയാക്ടന്റ് സൈഡിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 2 ആണ്, പ്രോഡക്റ്റ് സൈഡിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 4 ആണ്. അതുപോലെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം റിയാക്ടന്റ് സൈഡിൽ 2 ആണ്, പ്രോഡക്റ്റ് സൈഡിൽ 2 ആണ്. അത് കുഴപ്പമില്ല. ഇപ്പൊ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആണ്, എന്നാൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണമാണ് അവിടെ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് റിയാക്ടന്റ് സൈഡിലാണ് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം കുറവ്. അതിനെ നമ്മൾ എന്താക്കുക? ഇതിന്റെ പ്രോഡക്റ്റ് സൈഡിലുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണത്തോട് ഈക്വൽ ആക്കുക. ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം ഇവിടെ 4 ആണ്. അപ്പൊ നമുക്ക് ഇവിടെയും എത്രയാക്കണം? 4 ആക്കണം. അതിനുവേണ്ടി ചെയ്യുന്നത്, ഇവിടെ ഓൾറെഡി 2 ഉണ്ട് അല്ലെ, 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ അതിനെ 4 ആക്കാനായിട്ട് ഫ്രണ്ടിൽ ഒരു 2 കൊടുത്താൽ മതി. ഇനി ഒന്നേ നമ്മൾ നോക്കണം. അപ്പോ ഇപ്പോഴും ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ചേഞ്ച് ചെയ്തിട്ടില്ല. ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്രോഡക്റ്റ് സൈഡിൽ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ പ്രോഡക്റ്റ് സൈഡിൽ മാറ്റമൊന്നുമില്ല. ഇനി ഇവിടെ റിയാക്ടന്റ് സൈഡ് നോക്കാം. ഹൈഡ്രജന്റെ എണ്ണം എത്രയായി? 4 ആയി. ഓക്സിജന്റെ എണ്ണം എത്ര? 2 ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും എന്ത് തന്നെയാണ്? ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആണ്. അപ്പോ ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. 2H2 plus O2 gives 2H2O എന്നുള്ളതാണ് ഇവിടുത്തെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി അടുത്ത ഇക്വേഷൻ നോക്കാം. അടുത്തത് Al plus O2 gives Al2O3. ഓക്കെ, Al plus O2 gives Al2O3. അപ്പോ ഈ ഒരു കെമിക്കൽ ഇക്വേഷനിൽ ഏതൊക്കെ ആറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഏതൊക്കെയാണ്? Al അലുമിനിയം, അതുപോലെ തന്നെ O ഓക്സിജൻ. ഇങ്ങനെ 2 വ്യത്യസ്ത തരം ആറ്റങ്ങളാണ് ഉള്ളത്. അപ്പൊ റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഓരോന്ന് എത്ര വീതം ഉണ്ടെന്ന് നോക്കാം. അപ്പോ ഇവിടെ ഞാൻ 6 എഴുതുന്ന റിയാക്ടന്റ് സൈഡ്, ഇത് പ്രോഡക്റ്റ് സൈഡ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കറിയാം അലുമിനിയം എത്ര വീതം ഉണ്ടെന്ന് നോക്കാം. അലുമിനിയം ആറ്റങ്ങൾ എത്ര വീതം ഉണ്ട്? റിയാക്ടന്റ് സൈഡില് അലുമിനിയം ഒരേ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ അല്ലെ, Al എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അടിയിലോ ഫ്രണ്ടിലോ ഒരു നമ്പർ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് പ്രോഡക്റ്റ് സൈഡില് അലുമിനിയം എത്രയുണ്ട്? 2 ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഓക്സിജൻ ആറ്റം നോക്കാം. ഓക്സിജൻ എഴുതി. റിയാക്ടന്റ് സൈഡിൽ എത്രയാണ്? O2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് റിയാക്ടന്റ് സൈഡിൽ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം 2. ഇനി പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3. ഓക്കെ, O3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഒരു നമ്പറും ഇല്ല. ഓക്കെ, അതായത് ഇവിടെ മനസ്സിലായി അലുമിനിയത്തിന്റെയും ഓക്സിജന്റെയും ആറ്റങ്ങളുടെ എണ്ണം എന്തല്ല? ഈക്വൽ അല്ല അല്ലെ. അതായത് പ്രോഡക്റ്റ് സൈഡിലും റിയാക്ടന്റ് സൈഡിലും നോക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും വ്യത്യസ്തമാണ്. റിയാക്ടന്റ് സൈഡിൽ അലുമിനിയം ഒരേ ഒരു ആറ്റമേ ഉള്ളൂ. പ്രോഡക്റ്റ് സൈഡിൽ വന്നപ്പോൾ അത് 2 ആറ്റം ഉണ്ട്. ഇനി ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം റിയാക്ടന്റ് സൈഡിൽ 2 ആണ്, എന്നാൽ പ്രോഡക്റ്റ് സൈഡിൽ 3 ആണ്. അതായത് ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ല, ഇതിനെ ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ ആദ്യം അലുമിനിയം എടുത്തു. അലുമിനിയം എടുത്തപ്പോ അലുമിനിയം 1 ആണ്, ഇവിടെ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം? അലുമിനിയം നമുക്ക് ഇവിടെ 2 ആക്കി കൊടുക്കാം. അതായത് ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് നമ്പർ ഇടാനുള്ള അവകാശമുള്ളൂ. അതുകൊണ്ട് 2 നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തു. ഇനി നമുക്ക് നോക്കാം 2Al റിയാക്ടന്റ് സൈഡിൽ മാത്രമേ മാറ്റം വരുത്തിയുള്ളൂ. അപ്പൊ അവിടെ മാത്രം എനിക്ക് എന്ത് ചെയ്താൽ മതി? നമ്പർ ചേഞ്ച് ചെയ്താൽ മതി. 2Al അതായത് അലുമിനിയത്തിന്റെ നമ്പർ എത്രയായി? 2 ആയി. അപ്പോ അലുമിനിയം 2 ആണ്. ഓക്സിജന്റെ എണ്ണത്തിൽ വ്യത്യാസമില്ല. O2 എത്ര തന്നെയാണ്? ഓക്സിജൻ 2 തന്നെയാണ്. ഇനി നമ്മൾ നോക്കി അലുമിനിയം ഓക്കെ ആയി, അലുമിനിയത്തിന്റെ എണ്ണം ഓക്കെ ആയി.
എന്നാൽ ഓക്സിന്റെ എണ്ണം എന്താണ്? റിയാക്ടന്റ് സൈഡിൽ 2, പ്രോഡക്റ്റ് സൈഡിൽ 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്ത് ചെയ്യണം? ഓക്സിന്റെ എണ്ണം ഈക്വൽ ആകും. അപ്പൊ ഇവിടെ റിയാക്ടന്റ് സൈഡില് ഓക്സിന്റെ എണ്ണം 2 ആണ്, പ്രോഡക്റ്റ് സൈഡിൽ 3 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ നോക്കുക, ഇവിടെ ഓക്സിജൻ 3 ആണ്, ഇവിടെ ഓക്സിജൻ 2 ആണ് അല്ലെ. അപ്പൊ 2 ആയിട്ടുള്ള ഈ ഓക്സിജനെ 3 ആക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ O2 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇപ്പൊ 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ടുവരികയാണെങ്കിൽ 2 × 2 4, ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാവും? 4 ആവും. അപ്പൊ അതിനേക്കാൾ കൂടിപ്പോ. ഓക്കെ, ഇനി 3 കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3 × 2 എത്രയാവും? 6 ആവും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി ഇവിടത്തെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം കുറയ്ക്കാനും പറ്റത്തില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ, അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരാം ചിലപ്പോ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ രണ്ടിനും, അതായത് ഇവിടെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം 2 ആണ്, ഇനി പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം 3 ആണ്. അപ്പൊ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പറാണ്. ഓക്കെ, അപ്പോ അതേതായിരിക്കും? നമ്മള് 2 എടുത്തു. 2 രണ്ടിന് കോമൺ ആയിട്ട് വരുന്നതല്ല. ഓക്കെ, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പക്ഷെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി 4നെ 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും, എന്നാൽ 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകത്തില്ല. ഇനി അടുത്ത് 5 എടുത്തു. 5നെയും 2 കൊണ്ടും 3 കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകത്തില്ല. അടുത്ത 6 എടുത്തു. 6 എടുത്തപ്പോഴത്തേക്കും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും, 3 കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അതായത് രണ്ട് സൈഡിലും ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര ആക്കിയാൽ മതി? 6 ആക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്നത്, അപ്പൊ രണ്ട് സൈഡിലും ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം 6 ആക്കാൻ പോവുകയാണ്. ഇവിടെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം 2 ആണ്. 6 ആക്കാൻ വേണ്ടി ഇതിന് ഫ്രണ്ടിലായിട്ട് 3 കൊടുത്തു. അപ്പൊ 3 × 2 6 ആയി. ഓക്കെ, ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. ഇനി ഇവിടെയാണെങ്കിൽ O3, അതായത് ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം 3 ആണ്. 6 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ആ മോളിക്യൂളിന് ഫ്രണ്ടിലായിട്ട് 2 കൊടുത്താൽ മതി. ഒരിക്കലും ഇവിടെ നമുക്ക് 2 എഴുതാൻ പറ്റത്തില്ല, കാരണം ഇതൊരു കോമ്പൗണ്ട് ആണ്. ആ കോമ്പൗണ്ടിന് ഉള്ളിലായിട്ട് നമുക്കൊരു നമ്പർ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു കോമ്പൗണ്ടിന് ഏറ്റവും ഫ്രണ്ടിലായിട്ട് നമുക്ക് നമ്പർ കൊടുക്കാം. അപ്പൊ ഇവിടെ ആയിട്ട് ഞാൻ എന്ത് കൊടുത്തു? 2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോ രണ്ടിടത്ത് ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എന്താണ്? ഈക്വൽ ആവാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ആറ്റങ്ങളും എത്ര വീതം ഉണ്ട്. നമുക്ക് ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ ആറ്റങ്ങളുടെയും റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഓരോ ആറ്റങ്ങളുടെയും എണ്ണം എത്രയാണെന്ന് നോക്കാം. അപ്പോ ഇവിടെ ആദ്യം അലുമിനിയം ആറ്റങ്ങളുടെ എണ്ണം. അലുമിനിയം റിയാക്ടന്റ് സൈഡിൽ എത്രയാണ്? 2 ആണ്. പ്രോഡക്റ്റ് സൈഡിൽ വന്നപ്പോ 2Al2 എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത് അല്ലെ. 2Al2O3 ആണ്. അപ്പൊ അതില് അലുമിനിയത്തിന് താഴെയായിട്ട് 2 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, ഫ്രണ്ടിലായിട്ട് 2 ഉണ്ട്. അപ്പൊ 2 × 2 4, പ്രോഡക്റ്റ് സൈഡിൽ 4 ആയി. ഇനി ഓക്സിജന്റെ എണ്ണം നമ്മൾ നേരത്തെ എത്രയൊക്കെയാണ്? 6 ആക്കിയതാണ്. 3O2, അതായത് 6 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ എത്രയുണ്ട്? 2 × 3 എത്ര തന്നെയാണ്? 6 തന്നെയാണ്. അപ്പൊ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആയപ്പോ അലുമിനിയം ആറ്റങ്ങളുടെ എണ്ണം എന്തായി? അൺഈക്വൽ ആയി അല്ലെ, ഈക്വൽ അല്ലാതെ. അതുകൊണ്ട് ഇനി അടുത്തത് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പില് അലുമിനിയം ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആണ്. അപ്പൊ അലുമിനിയം ആറ്റങ്ങളുടെ എണ്ണം ഇവിടെ നമുക്കറിയാം, പ്രൊഡക്റ്റ് സൈഡിൽ എത്രയാണ്? 4 ആണ്. റിയാക്ടന്റ് സൈഡിൽ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 2നെ എന്താക്കി മാറ്റുക? 4 ആക്കി മാറ്റുക. ഓക്കെ, അങ്ങനെ 4 ആക്കി മാറ്റുമ്പോ എന്ത് ചെയ്യാം? നമുക്ക് രണ്ടിടത്ത് ഈക്വൽ ആക്കും. അപ്പോ അലുമിനിയം ഇവിടെ 2 ആണ്, താഴെയായിട്ട് ഒരു നമ്പറും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ 2 മാറ്റി എന്താക്കിയാൽ മതി? 4 ആക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഇനി ഒന്നിനും നോക്കാം. ഇനി റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും എങ്ങനെയാണ് ആറ്റങ്ങളുടെ എണ്ണം നോക്കാം. അപ്പൊ അലുമിനിയം റിയാക്ടന്റ് സൈഡിൽ എത്രയാണ്? 4 ആയി. ഇനി പ്രോഡക്റ്റ് സൈഡിൽ അലുമിനിയം എത്രയായി? 4 ആണ്. ഓക്സിജൻ റിയാക്ടന്റ് സൈഡിൽ എത്രയാണ്? 6 ആണ്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ എത്രയാണ്? 6 ആണ്. ഓക്കെ, അപ്പോ ഇപ്പോഴിത് എന്തായി? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി. അപ്പൊ ഇത് കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ചാൽ മാത്രമേ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്,
O2 gives CO2. ഈ ഒരു ഇക്വേഷൻ ആണ്. അപ്പോ ഇതില് എത്ര വീതം ഏതെല്ലാം ആറ്റംസ് ഉണ്ടെന്ന് മനസ്സിലായി. ഏതൊക്കെയാണ്? കാർബൺ എന്ന് പറയുന്ന ആറ്റം ഉണ്ട്, അതുപോലെ ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റം ഉണ്ട്. ഇത് ഓരോന്നും എത്ര വീതം ഉണ്ടെന്ന് നോക്കാം. അപ്പൊ റിയാക്ടന്റ് സൈഡില് കാർബൺ എത്രയുണ്ട്? കാർബൺ ഒരേ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. സിക്ക് ഫ്രണ്ടിലോ അതുപോലെ താഴെയോ ഒരു നമ്പറും ഇല്ല, അതുകൊണ്ടാണ് ഒരേ ഒരു ആറ്റം എന്ന് എഴുതിയത്. അടുത്തത് ഓക്സിജൻ എത്രയുണ്ട്? റിയാക്ടന്റ് സൈഡില് 2 ഉണ്ട്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കാം. പ്രോഡക്റ്റ് സൈഡില് കാർബൺ എത്രയുണ്ട്? കാർബൺ എത്രയാണ്? 1 ആണ്. ഓക്സിജൻ എത്രയാണ്? 2 ആണ്. ഓക്കെ, അതായത് ഇവിടെ എന്ത് തന്നെയാണ്? രണ്ട് സൈഡിലും ഈക്വൽ തന്നെയാണ്. റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഉള്ള ആറ്റങ്ങളുടെ എണ്ണം എന്താണ്? ഈക്വൽ ആണ്. സോ എന്താണ്? ഇത് ഓൾറെഡി എ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്, ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. N2 plus H2 gives NH3. അമോണിയ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആണ്. NH3 എന്ന് പറഞ്ഞാൽ അമോണിയ. ഇവിടെ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഓരോ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെയാണ് നോക്കാം. അപ്പൊ റിയാക്ടന്റ് സൈഡ് അവിടെ നൈട്രജൻ എത്രയുണ്ട്? എത്ര എണ്ണം ഉണ്ട്? 2. ഹൈഡ്രജൻ എത്രയുണ്ട്? 2. ഇനി പ്രോഡക്റ്റ് സൈഡ് നൈട്രജൻ എത്രയുണ്ട്? നൈട്രജൻ എത്രയാണ്? 1 ഉള്ളൂ. ഓക്കെ, ഹൈഡ്രജൻ എത്രയുണ്ട്? 3. അതായത് നൈട്രജന്റെയും ഹൈഡ്രജന്റെയും എണ്ണങ്ങൾ എന്താണ്? അൺഈക്വൽ ആണ്, ഈക്വൽ അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അത് ഈക്വൽ ആക്കണം. അപ്പൊ ഇവിടെ നൈട്രജന്റെ എണ്ണം എത്രയാണെന്ന് നോക്കുക. നൈട്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ എത്രയാണ്? 1 ആണ്. അപ്പൊ ആ 1 ആയിട്ടുള്ള നൈട്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാക്കി മാറ്റുക? 2 ആക്കി മാറ്റുക. അപ്പൊ ഇതിന് ഫ്രണ്ടിലായിട്ട് എത്ര കൊടുത്തു? 2 എന്ന് നമ്പർ കൊടുത്തു. അതായത് പ്രോഡക്റ്റ് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണം ഇനി എന്ത് ചെയ്യും? മാറും. എങ്ങനെ മാറും? നൈട്രജന്റെ എണ്ണം എത്രയായി? 2 ആയി. ഇനി ഹൈഡ്രജന്റെ എണ്ണം എത്രയാവും? 2 × 3 6 ആയിട്ട് മാറും. ഓക്കെ, അപ്പോ ഇനി നമ്മൾ നോക്കേണ്ടത് റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും നൈട്രജൻ ആറ്റങ്ങളുടെ എണ്ണം ഈക്വലായി മാറി, എന്നാൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആക്കി മാറ്റി. അപ്പോ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം ഇവിടെ 2 ആണ്, ഇവിടെ 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാക്കി മാറ്റണം? അതായത് റിയാക്ടന്റ് സൈഡിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 6 ആക്കി മാറ്റണം. അതിനായിട്ട് ഇതിന് ഫ്രണ്ടില് 3 എന്ന് കൊടുക്കും. അപ്പൊ 3 × 2 എത്രയാവും? 6 ആവും. ഓക്കെ, അപ്പോ ഇവിടെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയായി? 6 ആയി. ഇപ്പോ നൈട്രജൻ ആറ്റങ്ങളുടെ എണ്ണവും ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണവും രണ്ട് സൈഡിലും ഈക്വൽ ആണ്. സോ ഇത് ഇപ്പൊ എന്തായി? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയിട്ട് മാറും. N2 plus 3H2 gives 2NH3. ഓക്കെ, ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി അടുത്തത് അടുത്തൊരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുള്ളത് H2O2 gives H2O plus O2. ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ്. H2O2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് H2O എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായത്? വാട്ടർ ആണ്. എന്നാൽ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് അതിന്റെ ഒരു മോളിക്യൂൾ ഡിവൈഡ് ചെയ്ത് എന്തൊക്കെയായിട്ട് മാറും? വാട്ടറും ഓക്സിജനും ആയിട്ട് മാറും. ഓക്കെ, ആ ഒരു കെമിക്കൽ അതിന്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോ ഇതിനെ നമ്മൾ ബാലൻസ്ഡ് ആണോ നോക്കുക. ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. അപ്പോ നമ്മള് റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഉള്ള ആറ്റങ്ങളുടെ എണ്ണം എഴുതാൻ പോവുകയാണ്. റിയാക്ടന്റ് സൈഡ്, ഇത് പ്രോഡക്റ്റ് സൈഡ്. റിയാക്ടന്റ് സൈഡിൽ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ആറ്റങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ അതുപോലെ തന്നെ ഓക്സിജൻ. അപ്പോ ഹൈഡ്രജന്റെ എണ്ണം എത്രയാണ്? 2 ആണ്. ഓക്സിജന്റെ എണ്ണം എത്രയാണ്? 2 ആണ്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കുക. ഹൈഡ്രജന്റെ എണ്ണം എത്രയാണ്? ഹൈഡ്രജന്റെ എണ്ണം 2 ആണ്. ഓക്സിജന്റെ എണ്ണം എത്രയാണ്? അപ്പൊ ഇവിടെ നോക്കുമ്പോ നമ്മൾ ഏത് ഇക്വേഷൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ റിയാക്ടന്റ് സൈഡ്
എന്ത് ചെയ്യണം, ഒന്നിച്ച് നോക്കണം. അതുപോലെ തന്നെ പ്രോഡക്റ്റ് സൈഡും ഒന്നിച്ച് നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് സൈഡ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു മോളിക്യൂൾ മാത്രമല്ല നോക്കേണ്ടത്, ഈ രണ്ട് മോളിക്യൂളും എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അപ്പൊ ഓക്സിജന്റെ എണ്ണം ഈ ഒരു മോളിക്യൂളിൽ 1 ആണ്, ഈ ഒരു മോളിക്യൂളിൽ 2 ആണ്. അപ്പൊ 1 + 2 എത്ര കിട്ടും, 3 കിട്ടും. ഓക്കെ, അപ്പോ നമ്മൾ ഒരു ആറ്റത്തിന്റെ എണ്ണം നോക്കുമ്പോൾ റിയാക്ടന്റ് സൈഡിലാണെങ്കിൽ ആ റിയാക്ടന്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക, പ്രോഡക്റ്റ് സൈഡ് ആണെങ്കിൽ പ്രോഡക്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. എങ്കിൽ മാത്രമേ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടത്തുള്ളൂ. ഇനി അപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം രണ്ട് സൈഡിലും ഈക്വൽ ആണ്, എന്നാൽ ഓക്സിജന്റെ എണ്ണം രണ്ട് സൈഡും ഈക്വൽ അല്ല. ഇവിടെ ഓക്സിജന്റെ റിയാക്ടന്റ് സൈഡിൽ ഓക്സിജന്റെ എണ്ണം 2 ആണ്, പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജന്റെ എണ്ണം 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ H2O എന്ന് പറയുമ്പോൾ അവിടെ ഒരൊറ്റ ഓക്സിജൻ ആറ്റമാണ് ഉള്ളത്. H2O എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഓക്സിജൻ ആറ്റമാണ് ഉള്ളത്. അപ്പൊ അവിടെ നമുക്ക് രണ്ട് ഓക്സിജൻ ആറ്റം ആക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. സാധാരണ രീതിയിൽ ഈവൻ നമ്പർ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കെമിക്കൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ ഈ ഒരു മോളിക്യൂളിന് ഫ്രണ്ടിലായിട്ട് 2 കൊടുത്തു. അങ്ങനെ 2 കൊടുത്തപ്പോഴത്തേക്കും ഇനി എന്ത് മാറ്റം വന്നെന്ന് നോക്കാം. പ്രോഡക്റ്റ് സൈഡിലെ മാറ്റം വരും. പ്രോഡക്റ്റ് സൈഡിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയായിട്ട് മാറും, 2 × 2 4 ആയിട്ട് മാറും. ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം 2 + 2 എത്രയായിട്ട് മാറും, 4 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ വന്ന വ്യത്യാസം, ഇവിടെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 2 ആണ്, പക്ഷെ പ്രോഡക്റ്റ് സൈഡിൽ എത്രയാണ്, 4 ആണ്. അതുപോലെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം 2 ആണ്, ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ എത്രയാണ്, 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടും 4 ആക്കാനായിട്ട് ഈ H2O2 ഫ്രണ്ടില് 2 എന്ന നമ്പർ കൊടുത്താൽ മതി. അപ്പോ റിയാക്ടന്റ് സൈഡിലെ ആറ്റങ്ങളുടെ എണ്ണം എന്ത് ചെയ്തു, മാറി. എങ്ങനെയായിട്ട് മാറി, ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 2 × 2 എത്രയായി, 4 ആയി. ഓക്കെ, ഇനി ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണവും 2 × 2 എത്രയായി, 4 ആണ്. ഓക്കെ, അപ്പൊ ഇതെന്തായി, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി. അപ്പൊ 2H2O2 gives 2H2O + O2. ഇതാണ് ഇതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രോബ്ലം കൂടി കൊടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. നിങ്ങൾ തന്നിട്ടുള്ളത് BaCl2 + H2SO4 gives BaSO4 + 2HCl. ഓക്കെ, അപ്പോ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ബേരിയം ക്ലോറൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ബേരിയം സൾഫേറ്റും അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാവുന്നതാണ്. അതാണ് അതിന്റെ ഒരു ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യുക. അപ്പോ ഇതാണ് റിയാക്ടന്റ് സൈഡ് എന്നറിയാം. റിയാക്ടന്റ് സൈഡ് നോക്കുമ്പോഴത്തേക്ക് ആ രണ്ട് മോളിക്യൂൾ നോക്കുക, പ്രോഡക്റ്റ് സൈഡ് നോക്കുമ്പോഴും രണ്ട് മോളിക്യൂൾ നോക്കുക. അതായത് ഏതൊക്കെ മോളിക്യൂൾസ് ഉണ്ടോ, ഇപ്പൊ 2 മോളിക്യൂൾ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ 3 മോളിക്യൂൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരേ ഒരു മോളിക്യൂളേ കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തായാലും ആ കംപ്ലീറ്റ് സൈഡ്, റിയാക്ടന്റ് സൈഡ് ആണെങ്കിൽ റിയാക്ടന്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക, അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണക്കാക്കുക. അതുപോലെ പ്രോഡക്റ്റ് സൈഡ് ആണെങ്കിൽ പ്രോഡക്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക, അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണക്കാക്കുക. ഓക്കെ, അപ്പോ ഇവിടെ ഏതെല്ലാം ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം. റിയാക്ടന്റ് സൈഡ്, പ്രോഡക്റ്റ് സൈഡ്. അപ്പൊ റിയാക്ടന്റ് സൈഡില് ബേരിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഇത്രയും ആറ്റംസ് ഉണ്ട്. അപ്പോ റിയാക്ടന്റ് സൈഡിൽ ഓരോന്നിന്റെ എണ്ണം നോക്കുക. റിയാക്ടന്റ് സൈഡിലെ ബേരിയം ദാ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോ റിയാക്ടന്റ് സൈഡിലെ കാര്യമാണ് പറയുന്നത്. ബേരിയം എത്ര എണ്ണം, 1. ക്ലോറിൻ എത്ര, ക്ലോറിൻ 2. ഹൈഡ്രജൻ 2. സൾഫർ താഴെയോ സൈഡിലോ ഒരു നമ്പറും ഇല്ല, അതുകൊണ്ട് സൾഫറിന്റെ എണ്ണം എത്ര, 1. ഓക്സിജൻ എത്ര, 4. ഓക്കെ, ഇനി പ്രോഡക്റ്റ് സൈഡ് നോക്കുക. പ്രോഡക്റ്റ് സൈഡില് ബേരിയം എത്രയാണ്, ബേരിയം ഒരെണ്ണമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ക്ലോറിൻ നോക്കാം. ക്ലോറിൻ എത്രയുണ്ട്, Cl. ഫ്രണ്ടിലായിട്ട് 2 എന്നുള്ള നമ്പർ ഉണ്ട്, അതായത് ക്ലോറിൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്, 2. ഓക്കെ, അടുത്തത് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം നോക്കുക. ഇവിടെ എത്രയുണ്ട്,
2. ഇനി അടുത്തത് സൾഫർ. സൾഫർ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 1. ഇനി ഓക്സിജൻ. ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 4. ഓക്കെ. അപ്പോ ഇവിടെ എല്ലാ ആറ്റങ്ങളും എന്ത് തന്നെയാണ്? ഈക്വൽ ആയിട്ടാണ് വന്നത്. ബേരിയം 1 ആണ്, രണ്ട് സൈഡിലും ബേരിയം 1 ആണ്. ക്ലോറിനും രണ്ട് സൈഡിലും ഈക്വൽ ആണ്. ഹൈഡ്രജനും സൾഫറും ഓക്സിജനും എല്ലാം എന്ത് തന്നെയാണ്? എല്ലാ ആറ്റങ്ങളുടെ എണ്ണവും ഈക്വൽ ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെസ്റ്റില് ബാലൻസ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഇതേപോലുള്ള ഇക്വേഷൻസ് ഇനിയും വരും. അപ്പൊ ഇത് നന്നായിട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് എന്ത് ചെയ്യൂ, എല്ലാ ഇക്വേഷൻസും, അതായത് നിങ്ങൾ ഇനി എഴുതുന്ന എല്ലാ കെമിക്കൽ ഇക്വേഷൻസും ബാലൻസ് ചെയ്ത് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പോവേണ്ടത് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ്. അപ്പൊ ആ റിഡോക്സ് റിയാക്ഷൻസ് പഠിക്കാനായിട്ട് ഇത് അറിയണം. ഓക്കെ.